ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 15 ശ്ലോകം 9. ഇതി സുവിദിത വേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘേ വിമലമധിരധാസൗ ഭക്തിയോഗേന മുക്താ ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. അല്ലയോ ഭഗവാൻ, ഇപ്രകാരം അങ്ങയുടെ ഉപദേശം കൊണ്ട് ആത്മതത്വം നന്നായി ഗ്രഹിച്ചവളും അങ്ങയെ സ്തുതിക്കുന്നവളുമായ ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് അങ്ങ് യോഗി സംഘങ്ങളോടൊത്ത് യാത്രയായി. അനന്തരം നിർമ്മല മാനസയായ ദേവഹൂതി ഭക്തിയോഗം അവലംബിച്ചു മോക്ഷം പ്രാപിച്ചു. അങ്ങാകട്ടെ പൂർവോത്തര ദിക്കിൽ ലോകത്തിന്റെ നന്മയ്ക്കായി ഇപ്പോഴും വർത്തിക്കുന്നു. ദേവഹൂതി മകനായ കപില മഹർഷിയുടെ ഉപദേശം, സാഖ്യോപദേശം അതുപോലെ അനുവർത്തിച്ചിട്ട് മോക്ഷം നേടിയ കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ദേവഹൂതി ബ്രഹ്മനിർവാണം പ്രാപിച്ച പുണ്യസ്ഥലം സിദ്ധപദം എന്ന പേരിൽ പ്രസിദ്ധമാണ്. അവരുടെ ഭൗതിക അവശിഷ്ടം ഒരു പുണ്യ നദിയായി ഒഴുകുന്നുവെന്നും പറയപ്പെടുന്നു. ഭഗവാന്റെ കിട്ടാനായിട്ട് നവവിധ ഭക്തി ആചരിച്ച് എല്ലാവരും മോക്ഷപ്രാപ്തിയിലെത്തുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.